ഷിപ്പിംഗ്, ലോജിസ്റ്റിക്സ്, ഫിഷറീസ്, വിദ്യാഭ്യാസം, പുനരുപയോഗ ഊർജ്ജം തുടങ്ങിയ മികച്ച മേഖലകളിൽ കേരളത്തിന് വൻ വികസന സാധ്യതകളാണ് ഉള്ളതെന്ന കേരളത്തിലെ യൂറോപ്യൻ യൂണിയൻ അംബാസിഡർ ഹെർവ് ഡെൽഫിൻ. കേരള യൂറോപ്യൻ യൂണിയൻ ബ്ലൂ എക്കണോമി കോൺക്ലേവിന്റെ ആദ്യ ദിവസം കേരളത്തിന്റെ തീര മത്സ്യമേഖലകളിലെ സാധ്യതകളെക്കുറിച്ചാണ് ചർച്ച നടന്നത്. ദ്വിദിന സമ്മേളനത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. 18 യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള അംബാസഡർമാരും ഉന്നത ഉദ്യോഗസ്ഥരുമാണ് കേരള യൂറോപ്യൻ യൂണിയൻ ബ്ലൂ ഇക്കോണമി കോൺക്ലേവിന്റെ ഭാഗമാകുന്നത്. കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന തീരദേശ വികസനവും അടിസ്ഥാന സൗകര്യങ്ങൾക്കൊപ്പം തുറമുഖ നവീകരണം, ലോജിസ്റ്റിക്സ്, ഷിപ്പിംഗ്, കണക്ടിവിറ്റി നിക്ഷേപങ്ങൾ, സുസ്ഥിര മത്സ്യബന്ധനം, മത്സ്യകൃഷി, സർക്കുലർ ഇക്കോണമി, പുനരുപയോഗ ഊർജ്ജം, സാങ്കേതിക വിദ്യകൾ, വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, തീരദേശ വെൽനസ്, ടൂറിസം എന്നിവയടക്കമുള്ള മേഖലകളിലെ സാധ്യതകൾ കോൺക്ലേവിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. നയസംഭാഷണങ്ങൾ, വിദഗ്ധ പാനലുകൾ, നെറ്റ്വർക്കിംഗ് സെഷനുകൾ എന്നിവയിലൂടെ ഇന്ത്യക്കും യൂറോപ്പിനുമിടയിൽ ഭാവി സഹകരണം, നിക്ഷേപാവസരങ്ങൾ, ദീർഘകാല തന്ത്രങ്ങൾ എന്നിവ രൂപപ്പെടുത്താൻ കോൺക്ലേവിലൂടെ സാധിക്കും. കോൺക്ലേവിന്റെ ആദ്യ ദിനത്തിൽ കേരളത്തിന്റെ ഭാവി വികസന സാധ്യതകളും പുതിയ പദ്ധതികളുടെ ആവിഷ്കാരത്തെക്കുറിച്ചുമുള്ള ചർച്ചകൾ നടന്നു. കോൺക്ലേവിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിർവഹിക്കും. മന്ത്രി സജി ചെറിയാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. യൂറോപ്യൻ യൂണിയൻ അംബാസഡർമാർക്കൊപ്പം കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും മറ്റ് പ്രതിനിധികളും വിവിധ സെഷനുകളിൽ പങ്കെടുക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.